Hi everyone, welcome to the fourth video of this series. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക്, അതുകൂടാതെ തന്നെ IP അഡ്രസ്സ്, ഈ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. പിന്നെ അതുകൂടാതെ തന്നെ പ്രൈവറ്റ് IP ആൻഡ് പബ്ലിക് IPനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IPൻ്റെ ക്ലാസ്സും അതുകൂടാതെ തന്നെ സെർവറിനെ കുറിച്ചിട്ടുമാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ ടോപ്പിക്സുകളും നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും പഠിച്ചെടുക്കണം. ഓക്കെ, വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റീൻ്റെ ഓരോ സൈഡിലെത്തുമ്പോഴും നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് വരും. വിച്ച് മീൻസ് ഈ സംഭവം എന്തിനാണ് പഠിക്കുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഡൗട്ട് വരും. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഞാൻ പറയുന്ന ഓരോ ടോപ്പിക്സുകളും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ കോൺസെപ്റ്റുകളും കറക്റ്റായിട്ട് ക്ലിയറായിട്ട് പഠിക്കുക. അതുകൂടാതെ തന്നെ എക്സ്ട്രാ അതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ IPൻ്റെ ഒരു പ്രൈവറ്റ് IP പബ്ലിക് IP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് എൻ്റെ ചെയ്തിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ IPൻ്റെ ക്ലാസ്സസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. IPനകത്ത് 3 ക്ലാസ്സസ് ആണ് മെയിൻലി ഉള്ളത്. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്. ഇത് 3ആണ് മെയിൻ ക്ലാസ്സസ് എന്ന് പറയുന്നത്. സോ ഇതെന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ IP പല ടൈപ്പ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ IP അഡ്രസ്സ് കാണുമ്പോൾ തന്നെ IP അഡ്രസ്സ് സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ടിട്ടില്ല, പല നമ്പേഴ്സ് ആയിരിക്കും. ഒന്നെങ്കിൽ 192 അല്ലെങ്കിൽ 103 ഇങ്ങനെയൊക്കെ ആയിരിക്കും IPൻ്റെ സ്റ്റാർട്ടിങ് നമ്പർ എന്ന് പറയുന്നത്. സോ IP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ പല ക്ലാസ്സുകളായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലുള്ള നമ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ചില IPകൾ വേറെ രൂപത്തിലാണ്, ചില IPകൾ വേറെ നമ്പേഴ്സാണ്. ചിലതിനൊന്നും സ്ട്രക്ചറുകളില്ല. മനസ്സിലായില്ലേ? ചിലത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ IP എന്താ ഈ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ IP എന്താ ഈ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് IPകൾ ഡിഫറെൻറ്റ് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് IP ക്ലാസ്സസ് കൊണ്ടാണ്. സോ IP ക്ലാസ്സസ് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. സോ A ക്ലാസ് എന്ന് പറയുന്ന IP അഡ്രസ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 1 മുതൽ 126 വരെയുള്ള രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ A ക്ലാസ് IPയിൽ എപ്പോഴും വരുന്നത് വെച്ചാൽ ഒരു 1 മുതൽ 1, 2, 3 അതേപോലെ തന്നെ 125 അതേപോലെ തന്നെ ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് IPൻ്റെ A ക്ലാസിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1.5.45.78.90 ഇങ്ങനെ ഒരു IP ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു IP കാണുകയാണെങ്കിൽ ഈ IP സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, 15ലാണ് അല്ലേ, 15ലാണ്. അപ്പോൾ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് 1 to 126 വരെ സ്റ്റാർട്ടിംഗ് ഉള്ളത് ഏത് ക്ലാസ്സിലാണ്, A ക്ലാസ്സിലാണ്. ക്ലിയർ? 1 മുതൽ അതേപോലെ തന്നെ 126 ഈ ഗ്യാപ്പിൽ വരുന്ന ഏത് IP അഡ്രസ്സും A ക്ലാസ്സിലാണ് വരിക. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലാണ്, 15ലാണ് അല്ലേ, 15ലാണ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആ റേഞ്ച് അറിയുന്നതുകൊണ്ട് നമുക്കിത് കൺഫേം ചെയ്യാം ഇതെന്താണ് A ക്ലാസ് IP റേഞ്ചിൽ വരുന്നതാണ്. ബിക്കോസ് ഇത് നമുക്ക് 1 to 126 വരെയുള്ള ഏത് IP അഡ്രസ്സും സ്റ്റാർട്ടിംഗ് ആണ് പറയുന്നത് 1 to 126ൻ്റെ ഇടയിലുള്ള ഏതൊരു നമ്പറുകൾ IP സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിഞ്ഞാലും അതിന് A ക്ലാസ് IP എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ 3067 ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു IP നോക്കുക. അപ്പോൾ ഇതെന്താണ് 30ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് 1ൻ്റെയും 126ൻ്റെയും ഇടയിലുള്ളതാണ്. സോ വി ക്യാൻ എന്താ പറയുക, നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം എന്ത് A ക്ലാസ് IPയിലാണെന്നുള്ളത്. ക്ലിയർ? ഇതാണ് ബേസിക്കലി എന്ത് IPൻ്റെ ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇനി B ക്ലാസ് IP നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 28 മുതൽ 191 വരെയുള്ള IP അഡ്രസ്സ് എന്താണ്, B ക്ലാസ് IP അഡ്രസ്സാണ്. സോ ഫോർ എക്സാമ്പിൾ 130 190.87.12 ഇങ്ങനൊരു IP അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. സോ ഈസിലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും B ക്ലാസ് IP റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് ഈ 128 മുതൽ 191 വരെ വരുന്നത്. സോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 130ലാണ്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ B ക്ലാസ്സിൽ എങ്ങനെയാണ് 128 മുതൽ 191 വരെ ഉള്ള റേഞ്ചിലുള്ള എല്ലാ IP അഡ്രസ്സും B ക്ലാസ് IP അഡ്രസ്സിലാണ് വരുന്നത്. സോ 130 ഇതിലാണ് വരിക, ഡെഫിനറ്റ് ആയിട്ട് B ക്ലാസ്. ഇനി ഞാനൊരു വേറൊരു IP ടൈപ്പ് ചെയ്യാം 192.168.29.78 ഇങ്ങനൊരു IP അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാം 192ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ 192 സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് റേഞ്ചിൻ്റെ അണ്ടറിലായിരിക്കും, A ക്ലാസ് അല്ല എന്തായാലും. ഇതിൽ 1 to 126 ആണ് വരുന്നത്. ഇതിനകത്ത് 128 to 191 ആണ് വരുന്നത്. 192 to 233 വരുന്നത് ഏത് IP റേഞ്ചിലാണ്, C ക്ലാസ്സിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് C ക്ലാസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ക്ലിയർ. ഇങ്ങനെയാണ് എന്ത് ചെയ്തത് IP ക്ലാസിഫൈ ചെയ്യുന്നത്. സോ നാളെ ഒരു IP അഡ്രസ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ക്ലാസ്സിലുള്ള IP അഡ്രസ്സ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ IP ക്ലാസ്സസ് മെയിൻലി എന്ന് വരുന്നത് A ക്ലാസ് ഉണ്ട്, B ക്ലാസ് ഉണ്ട്, C ക്ലാസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് IP നെ ഒന്ന് എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ക്ലാസ് ആയിട്ട് ഡിഫറൻസ് കൊടുത്തുള്ളത്. സോ A ക്ലാസ് ഉണ്ട്, B ക്ലാസ് ഉണ്ട്, C ക്ലാസ് ഉണ്ട്. സോ ഞാൻ എൻ്റെ കാലി ലിനക്സിൻ്റെ IP അഡ്രസ്സ് ഏത് റേഞ്ചിലാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ കാലി ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ത് കാലി ലിനക്സ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മാക്കിൻ്റെ ഉള്ളിൽ വേറെ അഡീഷണലി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ജസ്റ്റ് ഇഫ് കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് കോൺഫിഗ് ടൈപ്പ് കഴിഞ്ഞാൽ നമുക്ക് IP അഡ്രസ്സ് കിട്ടും. ഇത് 172 സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ, 172.168 160.66.128 ആണ് വരുന്നത്. സോ ഞാനത് എന്ത് ചെയ്യണം, ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് നോക്കി നോക്കാം ഇത് ഏത് IP റേഞ്ചിലാണ് വരുന്നത് എന്നുള്ളത്. 172 ആണ് വരുന്നത്. സോ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 172. ഇങ്ങനെ ആയാലും 126 വരെയാണ് A ക്ലാസ് ഉള്ളൂ. അപ്പോൾ A ക്ലാസ് അല്ല, 128 to 191 ആണ്. സോ ഡെഫിനറ്റ് ആയിട്ട് എന്താണ് ഇതിൻ്റെ ഗ്യാപ്പിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു IP അഡ്രസ്സ് വരുന്നത്. B ക്ലാസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ ഇത് ഏത് ക്ലാസ്സാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും B ക്ലാസ് ആണ്. ബിക്കോസ് ഈ 172 വരുന്നത് ഇൻ ബിറ്റ്വീൻ 128 to 191 ആണ്. അപ്പോൾ നമുക്കിത് കൺഫേം ചെയ്യാം എന്ത് B ക്ലാസ് ആണ് എന്നുള്ളത്. സോ ബേസിക്കലി ഇതാണ് IP ക്ലാസ്സസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കൂടെ തന്നെ സബ്നെറ്റ് മാസ്ക് ഉണ്ട്, അതേപോലെ തന്നെ സബ്നെറ്റിംഗ് ഉണ്ട്. ഈ രണ്ട് സംഗതികളും നിങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കണം, കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്നെറ്റ് ആൻഡ് സബ്നെറ്റ് മാസ്ക്, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നോക്കുക. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെർവറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സെർവർ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകുന്നൊരു സംഗതിയാണ് സെർവർ. എന്താണ് സെർവർ എന്നുള്ളത് ചില ആളുകൾക്ക് അത് അറിയായിരിക്കും, ചില ആളുകൾക്ക് അറിയില്ല. ചില ആളുകൾ എന്താ പറയുക സെർവർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ബോക്സ് പോലത്തെ ഒരു സംഗതിയായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ബേസിക്കലി എന്താണ് സെർവർ എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവരുണ്ടാവും. സെർവർ എന്ന് പറഞ്ഞാൽ സിമ്പിളി പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറാണ്. ക്ലിയർ. സിമ്പിളി നോക്കുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഞാനിപ്പോൾ എൻ്റെ ഒരു സിസ്റ്റം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മേ ബി വിൻഡോസ് ആയിരിക്കാം, മാക് ആയിരിക്കാം, ലിനക്സ് ആയിരിക്കാം, ഏതും ആയിക്കോട്ടെ. ഏത് സിസ്റ്റംസും നിങ്ങൾ അല്ലെങ്കിൽ ഏത് OS നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടി അതൊരു ബേസിക്കലി ഒരു സിസ്റ്റമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി നമ്മുടെ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ, നമ്മുടെ സിനിമ അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പല പർപ്പസിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം എനിക്കൊരു സിനിമ ഇതിലേക്ക് എൻ്റെ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നാളെ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാലും അത് ആ സിനിമ എടുത്തിട്ട് എനിക്ക് കാണാൻ പറ്റും. ബിക്കോസ് അത് ഡിലീറ്റഡ് അല്ല, അതേപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ അത് സ്റ്റോർഡും ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് സമയത്ത് വന്നിട്ട് ആ സിനിമ എടുത്തിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് സെർവർ എന്ന് പറയുന്നത്, സെർവറും ബേസിക്കലി ഒരു കമ്പ്യൂട്ടറാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള പോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ലൈക്ക് വിൻഡോസ്, ലിനക്സ്, ഇതൊക്കെ അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ സിംപ്ലി പറയുകയാണെങ്കിൽ സെർവറും കമ്പ്യൂട്ടറും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ദെൻ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മുടെ സിസ്റ്റവും ഒരു നോർമൽ കമ്പ്യൂട്ടറും സെർവറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ സെർവർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹൈലി കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ഹൈലി കാലിബർ ഉള്ളൊരു സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തൊക്കെ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടി ലിമിറ്റഡ് ആണ്. എന്താ വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ അകത്ത് ഓവറായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ചിലപ്പോൾ സ്ലോ ആവും, ഹാങ് ആവും, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെർവർ എന്ന് പറഞ്ഞാൽ സെർവർ കുറച്ചും കൂടി ഹൈലി സ്പെക്ഡ് ആണ്. കുറച്ചും കൂടി അതിൻ്റെ ഒരു റാം, സ്റ്റോറേജ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ ഹൈ ആണ്. മനസ്സിലായില്ലേ? കുറച്ചും കൂടി സ്പീഡ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി, നല്ല പ്രോസസ്സറായിരിക്കും യൂസ് ചെയ്യുന്നത്. കമ്പയർഡ് ടു കമ്പ്യൂട്ടർ, സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ക്ലിയർ. സോ ബേസിക്കലി സെർവർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിനെ പോലെ തന്നെയാണ്. ബട്ട് കമ്പ്യൂട്ടറിനെ വെച്ച് ഡിഫറൻസ് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനെക്കാളും കുറച്ചും കൂടി പവർഫുള്ളാണ് സെർവർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടറിനെക്കാളും കൂടുതൽ റാമും കൂടുതൽ സ്റ്റോറേജും അതേപോലെ തന്നെ നല്ല പ്രോസസ്സിംഗ് സ്പീഡും കാര്യങ്ങളും ഉള്ള ഒരു സിസ്റ്റമാണിത് സെർവർ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി സെർവറിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള പോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള സിസ്റ്റംസ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് ബേസ് നോക്കുമ്പോൾ നല്ല സ്പീഡാണ്. ഇത്രയും
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിമ്പിളായിട്ട് സെർവറിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. ദെൻ സെർവർ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ലൈക്ക് എന്താ പറയുക, ഒരു സിനിമ കാണാൻ, പാട്ട് കേൾക്കാൻ, നമ്മുടെ കമ്പനി വർക്ക് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ബട്ട് സെർവർ എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്, ഒരുപാട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെർവർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ഓക്കെ, നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് പബ്ലിക്കിലുള്ള ആളുകൾക്ക് അത് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാലാണ് പബ്ലിക്കിലുള്ള ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഒരു സംഗതി നമ്മളൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലേ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാണ്ട് ഒരു സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു സിനിമ ആണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു സിനിമ സ്റ്റോർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നു, നമ്മൾ കാണുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് അത് സ്റ്റോർഡാണ്. അതേപോലെ തന്നെയാണ് ഒരു വെബ്സൈറ്റ് ഏതൊരാൾക്കും ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ആ വെബ്സൈറ്റിൻ്റെ ഫയൽസ് സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ത്, സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ വെബ്സൈറ്റ് ഫയൽസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്തുകൂടെ എന്നുള്ളത്, നമ്മുടെ നോർമൽ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തുള്ളത്. കാരണം സെർവറിൻ്റെയും സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ നോർമൽ സിസ്റ്റത്തിൻ്റെയും സംഗതി ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് തന്നെ അത് നടക്കില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ. സോ കറക്റ്റാണ്, നമുക്കൊരു വെബ്സൈറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ബട്ട് ദ പ്രോബ്ലം ഈസ്, ഒരുപാട് ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് അത്രയും സംഗതികൾ താങ്ങില്ല. കാരണം ആ വെബ്സൈറ്റിൻ്റെ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്തത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്താണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടർ അത്ര ആളുകളുടെ റിക്വസ്റ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടർ താങ്ങാണ്ട് വരികയും കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആവുകയും ക്രാഷ് ആവുകയും സംഭവിക്കും. ബട്ട് സെർവറിൻ്റെ കേസ് അങ്ങനെയല്ല. സെർവർ അത്യാവശ്യം പവർഫുൾ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പല ആളുകളും പല രീതിയിലും ഇഷ്ടംപോലെ ആളുകൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ സെർവർ ഡൗൺ ആവില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വാട്സപ്പിൻ്റെ സെർവർ ഒരു കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ എന്തിരിക്കും അവസ്ഥ. നോർമൽ കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ ഒരുപാട് പേര് വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ് ആയിട്ടും ആ സിസ്റ്റം ഡൗൺ ആയിപ്പോവും. ബട്ട് വാട്സപ്പ് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള സെർവറിനകത്താണ് യൂസ് ചെയ്യുന്നത്, ഡെപ്ലോയ് ചെയ്തതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് സെർവറും നോർമൽ സിസ്റ്റംസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സെർവർ കുറച്ചും കൂടി പവർഫുള്ളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിരുന്നാലും നമ്മുടെ സാധാരണ വെച്ചാൽ ഇപ്പോൾ ഒരു ചില സൈറ്റുകളൊക്കെ നമ്മൾ ചില സമയത്ത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സൈറ്റ് ലോഡ് ആവില്ല, അല്ലെങ്കിൽ സൈറ്റ് ഡൗൺ ആവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ആ സെർവറിന് അത്രയും ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അത്രയും ഒരുപാട് പേര് ചിലപ്പോൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ സെർവറിന് അതിൻ്റെ ലോഡ് താങ്ങാൻ പറ്റത്തില്ല. സെർവറിൻ്റെ ആ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ആ ലോഡ് താങ്ങാൻ പറ്റാണ്ടായി സെർവർ ഡൗൺ ആവുകയാണ് ചെയ്തത്. സോ സെർവറിൻ്റെ അകത്തും ഡൗൺ സംഭവിക്കാം. ഓക്കെ, സെർവറും ഡൗൺ ആവാം. ഓക്കെ, നമുക്കത് എന്താ പറയുക, 100% സെർവർ ഡൗൺ ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സെർവറും ഡൗൺ ആവാം. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സെർവറിനകത്ത് അത്യാവശ്യം നല്ല സ്പെക്കുള്ള ഒരു സെർവർ ആണെങ്കിൽ ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബട്ട് ഒരു ലോ സ്പെക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ആളുകൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത്ര യൂസേഴ്സിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെർവർ ആണെങ്കിൽ അതിൽ കൂടുതൽ യൂസേഴ്സ് ആ സെർവറിൻ്റെ അകത്തുള്ള വെബ്സൈറ്റോ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും സെർവർ ഡൗൺ ആവും. ക്ലിയർ? ഇതാണ് സെർവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ.പിൻ്റെ ക്ലാസ്സസ് ആണ്, അതുപോലെ തന്നെ സെർവറാണ്. ഐ.പിൻ്റെ ക്ലാസ്സസ് എന്ന് പറയുന്നത് 3 ക്ലാസ്സസ് ഉണ്ട് മെയിൻലി, എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു. അതുകൂടാതെ തന്നെ സെർവറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പോലെ തന്നെ ഒരു സംഗതിയാണ്. ബട്ട് അതിൻ്റെ ഒരു അത് എന്താ പറയുക വെച്ചാൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള പ്രോസസ്സറും അതേപോലെ തന്നെ റാമും അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് നോർമൽ കമ്പ്യൂട്ടറിനേക്കാളും. അതുകൊണ്ടാണ് സെർവർ ഇത്രയും പവർഫുൾ ആവുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.